ഇനി സാറ് തന്ന വാക്ക്. ജോർജ് സർ, ഇറക്കി വിടുവോ ആ മെക്കാനിക്കിനെ? സർ ഇറങ്ങി വാ. പോലീസ് ജീപ്പും സാറിന്റെ സ്വന്തം കാറും പിന്നെ സെറ്റപ്പിന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഓശാരത്തിന് പണിയുന്ന ഏർപ്പാട് ഇതോടങ്ങ് നിർത്തി. ഇനി നല്ല വെടുപ്പായിട്ട് ബില്ലങ്ങോട്ട് തരും. ഓ, തന്നില്ലെങ്കിലേ വാങ്ങിക്കാൻ എനിക്കറിയാം. പോട്ടെ സാറേ. എന്ത് കോലോ ഇത്? ഇന്നലെ രാത്രി എന്താ വരാതിരുന്നത്? ചോദ്യങ്ങൾ ഒരുമിച്ചായാലും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഓരോന്നോരോന്നായിട്ടാണെങ്കിൽ മറുപടി പറയാൻ നോക്കാം. എന്റെ കാര്യം പോട്ടെ, അമ്മ ഇന്നലെ വല്ലാത്ത ടെൻഷനിലായിരുന്നു. എന്തിനാ വഴക്കിട്ട് പോയതെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്ത് പറയാനാ? ഭാര്യ വീട്ടിലേക്ക് പണമളക്കാത്തതാണ് പ്രശ്നമെന്ന് പറയാമായിരുന്നില്ലേ? മരുമകളോട് ഭയങ്കര കൺസിഡറേഷൻ ആയിരുന്നില്ലേ? അപ്പൊ തന്നെ എടുത്തു തരുമായിരുന്നു 1-2 ലക്ഷം രൂപ. ഇനി അത് തന്നെ പറയുന്നത് എന്തിനാ? ഞാനത് എപ്പോഴാ മറന്നു. ഭാര്യ എന്ന നിലയ്ക്ക് ഒരവകാശവും വേണ്ട. പക്ഷെ മൗലിയേട്ടന്റെ അടുത്ത് കുറെ കൂടി സ്വാതന്ത്ര്യം ഞാൻ പ്രതീക്ഷിച്ചു. അവകാശം, സ്വാതന്ത്ര്യം, ഇനി ഒരു വാക്കുകൂടി ഉണ്ടല്ലോ. എന്താ അത്? ആ, സ്ത്രീ ശാക്തീകരണം. അതുകൂടി പറ. ഒന്ന് കേറിയില്ല, അതിനു മുമ്പേ പരാതിയും പരിഭവവും. നോൺസെൻസ്. ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ മൗലിയേട്ടാ? പറഞ്ഞതെല്ലാം ഞാൻ പിൻവലിച്ചു. അങ്ങനെ ഇപ്പൊ തന്റെ ഔദാര്യം എനിക്ക് വേണ്ട. മൗലി, ആരോടാ നീ ഷൗട്ട് ചെയ്യുന്നേ? അമ്മേ, ഞാനായിട്ട് കഴിഞ്ഞ തവണ എന്നോട് കയർത്ത് സംസാരിച്ചതിന്റെ കുറ്റബോധമായിരുന്നു കാരണം. ഇന്നലെയോ? അപ്പോ കാരണം നാച്ചുറലായി ഉണ്ടായതല്ല, നീ മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. ഒരു വീടാവുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ സീരിയസ് ആയി സംസാരിച്ചു എന്നൊക്കെ ഇരിക്കും, ചിലപ്പോ തമ്മിൽ മുഷിഞ്ഞെന്നും ഇരിക്കും. ഉടനെ എല്ലാ പുരുഷന്മാരും കാറെടുത്ത് ബാറിലേക്ക് പോവല്ല ചെയ്യുന്നത്. ഞാൻ അതിന് ബാറിലേക്കൊന്നും അല്ല പോയത്. ക്ലബിലേക്കായാലും ആക്ടിവിറ്റി ഒന്നു തന്നെയല്ലേ? അത് കാർഡ് കളിച്ച് ലേറ്റ് ആയപ്പോ അവിടെ തന്നെ സ്റ്റേ ചെയ്തെന്നുള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയി. വീട്ടിൽ കാത്തിരിക്കുന്നവരെ കുറിച്ച് അവർക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. നോക്ക് മൗലി, ദിസ് ഇസ് ടു മച്ച്. ഇങ്ങനെയാണെങ്കിൽ ക്ലബിലെ നിന്റെ മെമ്പർഷിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. അമ്മ എന്താ ഒരു കൊച്ചുകുട്ടിയെ കാണുന്ന പോലെ എന്നെ? മുതിർന്ന ഒരാളിന്റെ ഉത്തരവാദിത്വം നീ കാണിക്കുന്നില്ല. ഒരു ഭർത്താവും കുടുംബനാഥനുമാണെന്നുള്ള കാര്യം മൗലി മറന്നു പോകുന്നു. നേരത്തെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഇനി എങ്ങനെയാവും എന്നാണോ? അങ്ങനെ വല്ല വിചാരവും ഉണ്ടെങ്കിൽ ഞാനാ പറയുന്നത്, ഈ വീട്ടിലാ നടപ്പില്ല. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലബിൽ അന്തി ഉറങ്ങുന്നവർക്ക് തോന്നുമ്പോ കയറി വരാനുള്ള വീടല്ലിത്. മനസ്സിലായോ? അത് ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. രഞ്ജിനി, അവൻ പോയിട്ട് വരട്ടെ. എവിടെ വരെ പോവാനവൻ?